രാഹ ഇങ്ങനെയാ കടലൊന്നില് കടലൊന്നും ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പണ്ടപ്പോ കടലൊന്നും ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്കല്ലേ സ്നിക്കേഴ്സും ബോണ്ടിയും അങ്ങനത്തെ എല്ലാം മിഠായി. പണ്ട് അമ്മ സ്കൂളിൽ പോകുന്ന സമയത്ത് കടലയാണ്. കടല പിന്നെ ആ ചെറിയ ജിലേബി ഇല്ലേ, തേൻ മുട്ടായി എന്ന് പറയുന്നത് ജിലേബി, അതിന്റെ വട്ടത്തിലുള്ളത്, പിന്നെ ഒരു ഉറുപ്പിന് ചുയിങ്കം, ഇതെല്ലാം നമ്മുടെ കാലത്തുള്ള സാധനം. ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാം. നിങ്ങൾ കുറെ ചോക്ലേറ്റ് ഇപ്പൊ വാങ്ങിയോണ്ടല്ലോ നിൽക്കുന്നതിന്. നിങ്ങൾ സ്ഥിരമായിട്ടൊന്നുമല്ല ഇല്ല. നിങ്ങൾ ഇപ്പൊ കടയിൽ പോയാല് പൈസയും കൊണ്ട് സ്കൂളിൽ പോയിട്ട് വരുമ്പോ അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ വന്നതിന് ശേഷം എന്തെന്ന് തിന്നല് പിടിപ്പറ്റുന്ന വാങ്ങല്? മഞ്ചു വാങ്ങും, പിന്നെ ചുപ്പ ചുപ്സിന്റെ ഒരു ജെല്ലി ഉണ്ട് അത് വാങ്ങും, പിന്നെ ഐസ്ക്രീം അങ്ങനത്തെ എന്തെല്ലോ വാങ്ങും. പിന്നെ അകത്ത് ചോക്ലേറ്റ് അല്ലോ അല്ലെ? അതാ പണ്ട് നമ്മളെ സമയത്ത് അങ്ങനെ മറ്റു സമയത്തൊന്നും പോയിട്ട് വാങ്ങുകയില്ല. ഈ സ്കൂളിൽ പോകുമ്പോ ഒക്കെ ഒരു 50 രൂപ ഒക്കെ തന്നു കഴിഞ്ഞാല്, വീട്ടിൽ നിന്ന് തന്നു കഴിഞ്ഞാല്, പുറത്തുനിന്ന് തന്നു കഴിഞ്ഞാല് അങ്ങനെ മെയിനായിട്ട് കടലയാണ്. അമ്മ ഇപ്പൊ തിന്ന കടലയില്ലേ, മണിക്കടല, ആ കടല. പിന്നെ അധികം പൈസ ഉണ്ടെങ്കിൽ വൈകുന്നേരം വറുക്കുന്ന കടലയില്ലേ, നിരക്കടല, അത് കപ്പലണ്ടി എന്ന് പറയുന്ന സാധനം. അത് നാരങ്ങ മിഠായി, ഇഞ്ചി മിഠായി, പാരീസ് മിഠായി, കടലയച്ചെന്നും കടല മിഠായി എന്നും പറയുന്ന ലണ്ടൻ കേക്ക്, വട്ടത്തിലുള്ള ബാർലി ബിസ്ക്കറ്റ്, മണിക്കടല, നിരക്കടല, പട്ടാണിക്കടല, കോലൈസ്, പാലൈസ്, ബോംബെ മിഠായി തുടങ്ങി പേരറിയുന്നതും അറിയാത്തതുമായ അനേകം മിഠായി തിന്നുന്ന ഇന്നലകൾ. എത്ര സുന്ദരമായിരുന്നു ഓർക്കാൻ, കുളിരുകോരുന്ന ഓർമ്മകൾ. തിരിച്ചു വരാത്ത ഇന്നലകൾക്ക് എത്ര സൗന്ദര്യമുണ്ടായിരുന്നെന്ന് അന്ന് നമ്മളും തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം. കോമാങ്ങയും കപ്പമാങ്ങയും ഒട്ടുമാങ്ങയും വെള്ളരി മാങ്ങയും പച്ചപ്പുളിയും പൂത്തപുളിയും അങ്ങനെ പലതും. പറഞ്ഞാലും തീരാത്ത ഒരുപാട് കഥകളുണ്ടാവും എന്നെപ്പോലെ എൻ്റെ എല്ലാ പ്രായക്കാർക്കും. ഇനി എന്തെല്ലാം നീ കേൾക്കാനുണ്ട് മോനെ.